ആമക്കാവ് പൂരമഹോത്സവം 2025. ആമക്കാവ് ശ്രീ ഭഗവതി ക്ഷേത്ര പൂരമഹോത്സവം ഈ വരുന്ന 2025 മാർച്ച് 14 നടക്കും. അന്നേ ദിവസം അണിനിരക്കുന്ന ഗജവീരന്മാരും അവരെ നേർച്ചയായി സമർപ്പിക്കുന്ന പുരാഘോഷ കമ്മിറ്റികളെയും സംബന്ധിക്കുന്ന വിശദ വിവരങ്ങൾ പരിശോധിക്കാം. നവധ്വനി പുരാഘോഷ കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നും ആനക്കേരളത്തിൻ്റെ പുത്തൻ താരോദയം യുവരാജൻ കരുവന്തല ഗണപതി അവരുടെ പിന്തുടമ്പിന് അവകാശിയായി എത്തുന്നു. കരിയന്നൂർ പ്രദേശ് അവരുടെ ഗജരാജനെ തട്ടകത്തമ്മയുടെ മുന്നിലേക്ക് സ്വീകരിച്ചാനയിക്കും. വടക്കുമറി പുരാഘോഷ കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നും വള്ളുവനാടിൻ്റെ വല്യാന ചെറുപ്പുളശ്ശേരി രാജശേഖരൻ അവരുടെ ഗജവീരനായി കടന്നുവരും. ശ്രീ കലാമണ്ഡലം സോമൻ ആൻഡ് പാർട്ടി എണീച്ചൊരുക്കുന്ന പഞ്ചാരിമേളം അവരുടെ ഗജരാജനെ തട്ടകത്തമ്മയുടെ മണിലേക്ക് സ്വീകരിച്ച് ആനയിക്കും. ആനച്ചമയം ജയൻ കൂറ്റനാട് അണിയിച്ചൊരുക്കുന്നു എന്നും അറിയിക്കുന്നു. ആമക്കാവ് പൂരമഹോത്സവം സൗത്ത് ന്യൂബസാർ പുരാഘോഷ കമ്മിറ്റി ആനകേരളത്തിന്റെ ഒരേ ഒരു താര രാജചക്രവർത്തി ഏകഛത്രാധിപതി തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ അവരുടെ പിന്തുണപ്പിന് അവകാശിയായി ആമക്കാവിൻ്റെ മണ്ണിൽ ഈക്കുറി അവരോടൊപ്പം കടന്നുവരും. സ്റ്റാർ ബോയ്സ് പുരാഘോഷ കമ്മിറ്റി നേർച്ചയായി സമർപ്പിക്കുന്നത് നിലമ്പൂരാൻ മാതംഗ വിശ്വ പ്രജാപതി വയലാശ്ശേരി അർജുനൻ അവരുടെ ഗജവീരനായി കടന്നു വരുമ്പോൾ അടുത്തൊരു അപ്ഡേറ്റ്. ഉത്സാഹ കമ്മിറ്റി CK നഗർ പുരാഘോഷ കമ്മിറ്റി ആമക്കാവ് പൂരമഹോത്സവത്തിന് അണിഞ്ഞൊരുങ്ങുമ്പോൾ ഗജഭീമൻ പുതുപ്പള്ളി കേശവൻ അവരുടെ പിന്തുണപ്പിന് അവകാശിയായി അവരോടൊപ്പം ആമക്കാവ് ക്ഷേത്ര മൈതാനിയിലേക്ക് കടന്നുവരും എന്നറിയിക്കുന്നു. മറ്റൊരു അപ്ഡേറ്റ്. ചക്രവ്യൂഹ പെരിങ്ങോട് പുരാഘോഷ കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നും ഗജരാജ ബാഹുബലി ചിറക്കൽ കാളിദാസൻ ആമക്കാവ് പൂരത്തിന് ഇക്കറി അവരോടൊപ്പമാണ് കടന്നു വരുന്നത് എന്നറിയിക്കുന്നു. നവേകഛത്രാധിപതി തിരുവമ്പാടി ചന്ദ്രശേഖരൻ മലദേശം സെൻട്രൽ കമ്മിറ്റിയുടെ ഗജവീരനായി എത്തും. മറ്റൊരു അപ്ഡേറ്റ്. ഗജപ്രിയ പുരാഘോഷ കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നും അവരുടെ ഗജവീരനായിരുന്ന ചെറുപ്പുളശ്ശേരി അനന്തപത്മനാഭനെ ക്യാൻസൽ ചെയ്തതായി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ തെക്കിൻ്റെ യുവരാജൻ ആമ്പാടി ബാലൻ അവരുടെ പുത്തൻ താരോദയമായി അവരുടെ കൊടുമുടിക്ക് പകരക്കാരനായി എത്തുന്നു. അത് കുറച്ചായി ഒന്ന് രണ്ട് വീഡിയോസിൽ അല്ലെങ്കിൽ ഒന്ന് രണ്ട് അപ്ഡേറ്റുകളിൽ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. അനന്തപത്മനാഭൻ എല്ലാ പരിപാടിയും ക്യാൻസൽ ചെയ്യുകയാണ്. പരിപാടി എഴുതുന്നുണ്ട്, സമയത്ത് ക്യാൻസലാവുന്നു. ആനയുടെ വീഡിയോസൊക്കെ പുറത്ത് വരുന്നുണ്ട്, ആന വഴിയടിക്കുന്ന വീഡിയോസൊക്കെ പുറത്ത് വരുന്നുണ്ട്. അപ്പോൾ ആനയ്ക്കും പ്രത്യേകിച്ച് വീഡിയോസിലൊക്കെ കാണുമ്പോൾ കുഴപ്പമൊന്നുമില്ല. എന്തുകൊണ്ടാണ് ആന ക്യാൻസലായി പോകുന്നതെന്ന് അറിയാവുന്നവരുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. എന്നെ മറ്റൊരു അപ്ഡേറ്റിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഗജപത്മം തിരുവാണിക്കാവ് രാജഗോപാൽ ദേവി സൺസ് പുരാഘോഷ കമ്മിറ്റിയുടെ പടനായകനായി കടന്നു വരും. ശ്രീപാദം ആനച്ചമയം രാജഗോപാലിന് കൂടുതൽ അഴകേകും എന്നും അറിയിക്കുന്നു. അപ്ഡേറ്റ്. വട്ടേനാട് ദേശം പുരാഘോഷ കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നും ഗജരാജ ലക്ഷണ പെരുമാൾ പാമ്പാടി രാജനിക്കുറി ആമക്കാവിൻ്റെ മണ്ണിലെത്തുന്നത് വട്ടേനാട് ദേശത്തിൻ്റെ പൊൻതിടമ്പിന് അവകാശിയായാണെന്ന് അറിയിക്കുന്നു. 51 പരം കലാകാരന്മാർ അണിയിച്ചൊരുക്കുന്ന അതിഗംഭീര പാണ്ഡിമേളം നാട്ടുരാജാവിനെ തട്ടകത്തമ്മയുടെ മണ്ണിലേക്ക് സ്വീകരിച്ച് ആനയിക്കും. ശ്രീരുദ്ര ആനച്ചമയം രാജാവിന് കൂടുതൽ അഴകേകും എന്നും അറിയിക്കുന്നു. ആമക്കാവ് പൂരമഹോത്സവം ഈ വരുന്ന 2025 മാർച്ച് 14 നടക്കും. തൃശ്ശൂർ ജില്ലയിലാണ് ആമക്കാവ് ദേവീക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ചാലിശ്ശേരിക്ക് അടുത്താണെന്ന് തോന്നുന്നു. ഗൂഗിളിൽ നോക്കിയപ്പോൾ അങ്ങനെയാണ് കണ്ടത്. അവിടേക്ക് എത്തുന്നതിനുള്ള ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇതിനോടൊപ്പം തന്നെ ചെറിയ കുഞ്ഞു അപ്ഡേറ്റുകൾ കൂടി തരാം. കൊല്ലം ജില്ലയിലാണ് നിങ്ങളുടെ വീട് എങ്കിൽ കൊല്ലം ജില്ലയിൽ നമ്മുടെ കടമ്പാട്ടുകോണം ജംഗ്ഷനിൽ ഒരു അമ്പലമുണ്ട്. ലിംഗത്തിൽ ശ്രീ ഭഗവതി ക്ഷേത്രം എന്ന് പറയും. കുറച്ച് പേർക്കെങ്കിലും അറിയാവുന്നവരുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. ആ അമ്പലത്തിലെ ഉത്സവം ഈ വരുന്ന മാർച്ച് 12 നടക്കും. അന്നേ ദിവസം ശങ്കരത്ത് പറമ്പിൽ ഗണപതി യുവരാജൻ ശങ്കരത്ത് പറമ്പിൽ ഗണപതിയും അതോടൊപ്പം തന്നെ ഉണ്ണിപ്പള്ളി ഗണേശനും കൊല്ലത്തുള്ള മറ്റ് കുറച്ച് ഗജവീരന്മാരും അണിനിരക്കുന്നുണ്ട്. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർ മിസ് ചെയ്യാതെ അവിടെയും പോയി ഒന്ന് അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. മറ്റൊരു അപ്ഡേറ്റിൽ കാണാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി ഗുഡ് ബൈ ഫ്രം കിരൺ മംഗലശ്ശേരി.